പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. ഒപ്പം തന്നെ നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ധ്യാനം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം യേശു നമുക്കായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ അവനോടുകൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശു നമുക്കായി സ്വർഗ കവാടം തുറന്നു എന്നുള്ളതാണ്. പർദീസ വീണ്ടും നമുക്ക് തുറന്നു. പർദീസായിൽ നിന്ന് ആദമിനെയും ഹവ്വായെയും മാറ്റി ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് വേദനിക്കുകയും ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് വീണ്ടും പർദീസ നൽകുമെന്ന് തീരുമാനിക്കുകയും ചെയ്ത് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും കർത്താവ് തൻ്റെ സ്നേഹിതർക്കുള്ള തൻ്റെ മക്കൾക്കുള്ള വാസസ്ഥലത്തേക്ക് നമ്മൾ കൂട്ടി. അതുകൊണ്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സ്വർഗത്തിൽ നമുക്ക് വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് അല്പം ധ്യാനിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് സ്വർഗ കവാടം തുറന്നതിനാൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ നാഥ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. മറിയത്തെ പോലെ ഏകാഗ്രതയോടെ ഹൃദയവിശുദ്ധിയോടെ തിരുസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മറിയവും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ എലിസബത്തിലെ ശിശു തുള്ളിച്ചാടിയതുപോലെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കൊരു നിത്യതയുണ്ട്, സ്വർഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തുള്ളിച്ചാടുവാൻ, ഹൃദയം സന്തോഷിക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, യേശു നമുക്കായി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു എന്നുള്ളതാണ്. പർദീസ നരന് തുറന്നിടുവാൻ ബലിയണച്ചു, സ്വയം ബലിയണച്ചു എന്ന ഒരു പാട്ടുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് വാഗ്ദാനം. ഒന്ന്, യേശു പിതാവിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. അത് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മനുഷ്യരുടെ സദൃശ്യത്തിലായി തീർന്ന് മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിനോട് സമനായിരിക്കുമ്പോൾ തന്നെ, ആ സമത്വത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു ദാസനായി മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആകൃതിയിൽ മനുഷ്യനെ പോലെ തോന്നത്തക്കവണ്ണമുള്ള കാണപ്പെട്ടു. കുരിശുമരണം വരെ അനുസരണമുള്ളവനായി എന്ന് പറഞ്ഞാൽ
ദൈവം മനുഷ്യനായി, വീണ്ടും മനുഷ്യനായ യേശു വീണ്ടും ദൈവമായി. അതാണ് യോഹന്നാൻ നമ്മളോട് പറയുന്നത്. കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും, ക്രിസ്തുവിനെ പിൻപറ്റാൻ വിളിക്കപ്പെട്ടവർക്കും പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമുണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് സ്ഥലമില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഭൂമിയിലുള്ള അവൻ്റെ വേല പൂർത്തിയാക്കിയ ശേഷം പിതാവായ ദൈവത്തോടുള്ള ആ അനുഭവത്തിൽ ഇരിക്കേണ്ടതിന് യേശു സ്വർഗത്തിലേക്ക് തിരികെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു മുൻകുറിയാണിത്. ആ വചനം യേശു മുൻകൂട്ടി ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് രണ്ട് അനുഭവമുണ്ട് പ്രിയമുള്ളവരെ ഭൂമിയിൽ. ഒന്ന്, നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് മരണം മൂലം മാറ്റപ്പെടുന്നു. രണ്ട്, ലോകത്തിൻ്റെ അന്ത്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ പറന്നു പോകുന്നു. അതിന് നമ്മളെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നതും വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നതും ഒരേ രീതിയിലാണ്. നാം കണ്ണ് ചിമ്മുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിക്കുന്നു ജീവിച്ചിരിക്കുന്നവർ. മരിച്ചവർ കാഹള ശബ്ദം കേൾക്കുമ്പോൾ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരേ അനുഭവത്തിലാകുന്നു. നന്മ ചെയ്തവരൊക്കെയും ജീവൻ്റെ അവകാശത്തിലേക്കും തിന്മ ചെയ്തവർ നാശത്തിൻ്റെ ദണ്ഡനത്തിലേക്കും ചേർക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുന്നത്, നല്ലതെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരും യേശുക്രിസ്തു പറയുന്ന കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവരും യേശുവിനോട് കൂടെ ജീവിക്കുന്നവരും നന്മയുടെ അനുഭവത്തിലേക്ക് മാറും. അതിന് കർത്താവ് തന്നെ പറയുന്നത്, അതിന് എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നാണ്. അനേകം പേർക്ക് വസിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ഭൂമിയിൽ വസിക്കാൻ ഇടം കുറഞ്ഞാലും നമുക്കൊരു വാസസ്ഥലമുണ്ട് എന്നുള്ള പ്രത്യാശയാണ് ഭൂമിയിൽ നിന്ന് ആളുകൾ 1 സെൻറ്റ് ഭൂമിക്കോ 2 സെൻറ്റ് ഭൂമിക്കൊക്കെ വേണ്ടി എന്തോരം ത്യാഗമാ സഹിക്കണമെന്ന് അറിയുമോ? എത്ര കൊല്ലങ്ങളായിട്ടാണ് ഓരോ ഓഫീസുകളും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി. എത്രയോ ആളുകളാണ് ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. 1 സെൻറ്റ് ഭൂമി പോലുമില്ലാത്തവനെ കണ്ടിട്ടും കാണാതെ കടന്നു പോകുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ എത്രയോ ആളുകൾ നന്മ ചെയ്യുന്നവരുണ്ട്. എത്രയോ ആളുകൾ തങ്ങളുടെ സമ്പത്ത്, കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്കൊക്കെ തങ്ങളുടെ ഭൂമി, വസ്തുവകൾ, തങ്ങളുടെ പേരിലുള്ള ആധാരം, ഭൂമി, പട്ടയമില്ലാത്ത ഭൂമിയൊന്നുമില്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. എത്രയോ ആളുകൾ. ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് തന്നെ എത്രയോ സ്ഥലത്ത് ആളുകൾ സ്ഥലം ദാനമായി നൽകി. പ്രിയമുള്ളവരെ, അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പാവപ്പെട്ട ആളുകളെ, ആരോരുമില്ലാത്ത ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് താമസിക്കാൻ ഇടം കൊടുക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സ്വത്ത് ഉള്ളതിൽ നിന്ന് പങ്കുവെക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ എത്രയോ ആളുകളുടെ സമ്പത്ത് ദാനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന്. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രത്യാശഭവൻ്റെ ശുശ്രൂഷയ്ക്ക് സ്ഥലം തന്നിട്ടുള്ള, സാമ്പത്തികമായി സഹായിക്കുന്ന, കെട്ടിടം പണിയാനൊക്കെ സാമ്പത്തികമായി സഹായിച്ചുള്ള ഒത്തിരി നല്ല മനുഷ്യരെ ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. അവർക്കെല്ലാം ഈ പിതാവിൻ്റെ ഭവനത്തിൽ യേശുക്രിസ്തു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ സ്ഥലമൊരുക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ചതിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് എന്നുള്ള സത്യമാണ്. ഞാൻ വന്ന് വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പം ഞാൻ പറഞ്ഞു, കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവം. ഒന്ന്, നമ്മൾ ഈ ഭൂമിയിൽ മരണപ്പെട്ടാൽ
നമ്മളെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അനുഭവത്തിലാണ് കർത്താവ് വരുന്നതെങ്കിൽ നമ്മൾ അന്ന് രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ ദൈവഭവനത്തിൽ പ്രവേശിക്കും. അതാണ് യേശു നമുക്കായി സ്വർഗ കവാടം തുറന്നു. ആ കവാടം നമുക്ക് തുറന്നു. ഇപ്പോൾ നമ്മുടെ വിശുദ്ധന്മാരൊക്കെ, വിശുദ്ധിയിൽ ജീവിച്ചവരൊക്കെ വിശ്രമിക്കുന്നത് പർദീസായിലാണ്. യേശു തൻ്റെ വലതുവശത്ത് കിടന്ന ഒരു കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസിലായിരിക്കും. കാരണം എന്താണ്? അവൻ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറഞ്ഞു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവർക്കൊക്കെ മരണം മൂലം മാറ്റപ്പെടുമ്പോൾ പർദീസായിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നു, യേശുവിൻ്റെ സ്വർഗാരോഹണം. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നു ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് തന്നെ സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനും സമരിയായാലും ഭൂമിയുടെ അതിർത്തികളിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കുക. അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങൾ ഇന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് പോയ യേശു സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നമ്മളെ തിരിച്ചു വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഈ 2 ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് നോക്കിയ ഈ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു. ആ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വമാണ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അത് കിട്ടുകയുള്ളൂ. അവരങ്ങനെയാണ് പ്രവർത്തിച്ചത്. അവർ പിന്നെ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ലോകമെങ്ങും സുവിശേഷം അറിയിച്ചു. 2ാമത്തെ വരവിനെ പ്രഘോഷിച്ചു. അവരതിനുവേണ്ടി ഒരുപാട് കഷ്ടതകൾ സഹിച്ചു, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു, ഒരുപാട് വേദനകൾ അനുഭവിച്ചു. ഹല്ലേലൂയ. നമുക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവിങ്കൽ പ്രത്യക്ഷപ്പെട്ട് അവനോടുകൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി, അവനോടുകൂടെ സ്വർഗീയാനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പീഡകൾ സഹിക്കാം, നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് സ്വർഗാരോഹണം ചെയ്ത് ഞങ്ങൾക്കവിടെ സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് അങ്ങ് സ്വർഗത്തിലേക്ക് കയറിയതുപോലെ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കൽപ്പിച്ചിരിക്കുന്ന വാഗ്ദാനം നിറവേറുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വാഗ്ദാനം ഒരിക്കലും മാറില്ലല്ലോ. കർത്താവെ, ഇത്ര മനോഹരമായ, ഇത്ര വിശുദ്ധമായ ഒരു സ്ഥലത്തിന് ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ അങ്ങയുടെ കുരിശുമരണവും അങ്ങയുടെ പീഡാനുഭവം മൂലം ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യത നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങൾ എത്ര കഷ്ടതകൾ അനുഭവിച്ചാലും, ഞങ്ങൾ എത്ര പീഡ അനുഭവിച്ചാലും, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കൊല്ലപ്പെടേണ്ടി വന്നാലും അങ്ങയോടൊത്ത് നിത്യം വസിക്കാവുന്ന ഒരു രാജ്യമുണ്ട് എന്നുള്ള പ്രത്യാശ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നല്ലോ. നാഥാ, കൃപയാൽ ഞങ്ങൾ നയിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, പരിശുദ്ധമ്മേ, നിങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചതുപോലെ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആ സ്വർഗത്തെ മുന്നിൽ കാണുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യുന്നവരായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇത് ലഭിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഈ കൂട്ടായ്മ ഓർക്കണമേ, പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് നടത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഒത്തിരി
സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം, നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തക ഭാഗങ്ങളൊക്കെയും യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗകവാടം തുറന്നു. ഭൂമിയിലുള്ള യേശുവിൻ്റെ വേല പൂർത്തിയാക്കിയതിനു ശേഷം പിതാവായ ദൈവത്തോടു കൂടെ ഇരിക്കേണ്ടതിന് യേശു സ്വർഗത്തിലേക്ക് തിരികെ പോയി. അതും നമുക്ക് വേണ്ടിയാണെന്ന് ഇന്നും എന്നേക്കുമായി ദൈവസന്നിധിയിലേക്കുള്ള വഴി അവൻ നമുക്ക് തുറന്നു തന്നു എന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം. നമുക്കൊരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, യേശു നമുക്കായി സ്വർഗ കവാടം തുറന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മളിന്നൊരു വചനമെടുക്കുന്നത്. 10-ാമത്തെ അധ്യായം 19 മുതൽ 22 വരെ വാക്യങ്ങളിൽ എഴുതിയിരിക്കും. നമുക്കൊന്ന് വായിക്കാം. എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ധൈര്യമുണ്ട്. എന്താണ് ആ ധൈര്യം? യേശുക്രിസ്തുവിൻ്റെ രക്തം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തിയ രക്തം, യേശുക്രിസ്തുവിൻ്റെ ശരീരം ഇന്നും നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ ധൈര്യം. ഓരോ വിശുദ്ധ കുർബാനയിലും യേശുക്രിസ്തുവിൻ്റെ ജനനം, മാമോദീസ, പരസ്യജീവിതം, മരണം, ഖബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, രണ്ടാമത്തെ വരവ്, ഇതെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. കുർബാന എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുന്ന നമുക്ക് ഒരു ധൈര്യമുണ്ട്. എന്താണ് ധൈര്യം? അവൻ്റെ ഈ ശരീരത്തിൻ്റെ വിരിയിലൂടെ, ഈ ശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗസന്നിധിയിൽ എത്താമെന്നുള്ള ധൈര്യമുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ധൈര്യമാണ് നമുക്കുള്ളത്. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായ ഒരു മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭവനത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ മേൽനോട്ടം യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ്. ആ പുരോഹിതനായ യേശുക്രിസ്തു നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് എന്താണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ വിശുദ്ധ ജനവും രാജകീയ പുരോഹിതവർഗവുമാണ്. നിങ്ങൾ വിശുദ്ധ ജനവും രാജകീയ പുരോഹിതവർഗവും. ഈ ഒരു കൂട്ടായ്മ നമുക്കുള്ളത് കൊണ്ട്, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിനോട് കൂടെ നമുക്ക് സ്വർഗാരോഹണത്തിലും ഓഹരിയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമുക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. അത് നമ്മുടെ ഭാഗ്യമാണ്. കാരണം എന്താണ്? യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമാകുന്നതിന് മുമ്പ് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിൻ്റെ, ആ കനാൻ ദേശത്തേക്ക് നയിക്കുന്നതിൻ്റെ ഓർമ്മയുടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി അവർ വിശുദ്ധ
പെസഹ ആഘോഷിച്ചുവെങ്കിൽ, കടന്നുപോകൽ പാസ്ഓവർ എന്ന് പറയുന്ന ആ ഒരു ഓർമ്മ അവർ അനുസ്മരിച്ചുവെങ്കിൽ, നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് പഴയ പെസഹായെ പുതിയ പെസഹായാക്കി മാറ്റിയാം. പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹ മുഖാന്തരമായി നമുക്കൊരു ധൈര്യമുണ്ട്. യേശു ക്രിസ്തു വഴി നമുക്കൊരു ധൈര്യമുണ്ട്. നമുക്കും യേശു സ്വർഗത്തിൻ്റെ കവാടം തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ട എല്ലാ ഭവനങ്ങളെയും സംഹാരകൻ കടന്നുപോയി, ശിക്ഷയുണ്ടായില്ല. മിസ്രൈമിലാണ് താമസിക്കുന്നതെങ്കിലും, ഈജിപ്തിൻ്റെ അടിമത്തത്തിലാണ് എങ്കിലും, അന്യജാതിക്കാരോടും അന്യമതസ്ഥരോടും കൂടി പറ്റിച്ചേർന്നാണ് ജീവിക്കുന്നതെങ്കിലും, അവരുടെ തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിലും, മേലധികാരികളൊക്കെ അവരുടേതാണെങ്കിലും, ആ പാപത്തിൽ നിന്നും ആ ശാപത്തിൽ നിന്നെല്ലാം ദൈവം തൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം വഴി നീ വലിയൊരു ജനതയായിത്തീരും, നീ വലിയൊരു സമൂഹമാകും, എന്നാൽ നിന്റെ മക്കൾ 400 കൊല്ലം വിജാതീയ ഭരണാധികാരികൾ അടിമകളായിത്തീരും, ശേഷം ഞാൻ അവരെ അവിടെ നിന്ന് വിടുവിക്കും. ഈ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ പ്രിയമുള്ളവരെ ക്രിസ്തു യേശുവിലൂടെ പൂർത്തീകരിക്കുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു യേശുവിലൂടെ പൂർത്തീകരിക്കുന്ന ഈ അനുഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് മനോധൈര്യമുണ്ടെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കാത്തവർക്കൊരിക്കലും നിത്യജീവനില്ല. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും അനുഭവിച്ചു കൊള്ളണം. പെസഹായുടെ ഓർമ്മയ്ക്കായിട്ട് വർഷത്തിലൊരിക്കൽ പാപത്തിൽ നിന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മാറി നിന്നുകൊണ്ട് ഒരു കുർബാനയുടെ അനുഭവമല്ല, അതൊരു പെരുന്നാളായിട്ട് അത് ആഘോഷിക്കാൻ വേണ്ടിയല്ല. അതൊരു കടന്നുപോകലിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൗമികതയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ദൈവ സന്നിധിയിലേക്ക് യാത്രയാകുന്നതിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ നമുക്ക് ധൈര്യം എന്ന് പറയുന്നത് ഓരോ ദേവാലയങ്ങളിലും അർപ്പിക്കുന്ന വിശുദ്ധ ബലിയാണ്. ആ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട് അതിൻ്റെ അനുഭവമാണ് നമ്മുടെ മനോധൈര്യം എന്ന് പറയുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയുള്ള ആ വിരിയിലൂടെ, ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ. അവിശ്വാസം ലേശം പോലും ഉണ്ടാകരുത്. വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. ശുദ്ധ മനസാക്ഷിയെ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കണം. ശരീരം ശുദ്ധജലത്താൽ കഴുകണം. നമ്മൾ ഇത് രണ്ടും ചെയ്തതാണ്. നമ്മളുടെ ശരീരത്തെ യേശുക്രിസ്തുവിനോടുകൂടെ അടക്കി. മാമോദീസ തൊട്ടിയിൽ നിന്ന് പുരോഹിതൻ നമ്മളെ എടുത്ത് തലയോട്ടപ്പനായിലേക്ക് കൊടുത്ത സമയത്ത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റു. ശുദ്ധ മനസാക്ഷിയിൽ ജീവിക്കണമെന്ന് നമുക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെയും പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക്
ഇങ്ങനൊരു വാഗ്ദാനം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് സ്വർഗം തുറന്നിട്ടുണ്ട്, നമ്മളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമെന്നുള്ള വാഗ്ദാനം നൽകിയിരിക്കുകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ മുടക്കിക്കളയരുത്. നമ്മൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നമുക്ക് ദൈവത്തോട് അടുത്താൽ എന്ത് കിട്ടുമെന്നുള്ള വിചാരം, കുറേയൊക്കെ ഇങ്ങനെ അടുത്ത് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. ഒന്നും കിട്ടാതെ വരുമ്പോൾ മാറിപ്പോകുന്നു, കുർബാനയ്ക്ക് പോക്ക് നിർത്തുന്നു, പ്രാർത്ഥനായോഗങ്ങൾ അവസാനിപ്പിക്കുന്നു, കുടുംബ യൂണിറ്റുകൾ സജീവമല്ലാതെയാകുന്നു. അങ്ങനെ ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യണം, സ്നേഹത്തോടെ ജീവിക്കണം, സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. ആ ദിനം അടുത്തു വരുന്നതുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് ക്രിസ്തുവിനോടുകൂടെ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. ക്രിസ്തുവിനോട് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർപ്പിക്കണം. 1, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കണം, കുർബാന അനുഭവിക്കണം. 2, വിശുദ്ധ വേദപുസ്തകം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കണം, ധ്യാനിക്കണം. അത് പ്രത്യാശയുടെ വാക്കുകളാണ്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. 3, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, നഗ്നനാർ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയാർ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ കാരാഗ്രഹത്താൽ നിങ്ങൾ എന്നെ വന്നു കണ്ടു, ഞാൻ പരദേശിയാർ നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നു. കർത്താവിൽ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനും ദാഹിക്കുന്നവനും രോഗിയും പരദേശിയും പാർപ്പിടം കാരാഗ്രഹവാസിയൊക്കെ ആയിട്ട് എവിടെ വെച്ച് കണ്ടു? എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരൻ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങളിത് ചെയ്തതെന്ന ന്യായവിധിയുടെ ദിവസം യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ധ്യാനിച്ച് ആതുര ശുശ്രൂഷയിൽ പങ്കുചേരണം. 1, ഒരു വിശുദ്ധ കുർബാനയും മുടക്കരുത്. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം, സജീവമാകണം, അതിൻ്റെ അനുഭവമാകണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം. 2, വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കണം, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. 3, പട്ടിണിപ്പാവങ്ങളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവർക്കാവശ്യമായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം എല്ലാം നൽകി അവരെ സഹായിക്കണം. ഈ 3 കാര്യം വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ചെയ്താൽ ഈ തുറന്ന സ്വർഗം അതിൻ്റെ പൂർണ്ണ അനുഭവത്തിൽ നമുക്കായിരിക്കാൻ സാധിക്കും. അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചതും അവർ ജീവിച്ചതും, സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതും അവർ ജീവിച്ചതും ഇത് തന്നെയാണ്. ഇതിലൂടെയാണ് ഈ സ്വർഗ കവാടത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടു പോകുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ പുണ്യപ്രവർത്തികളെക്കുറിച്ചാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത അവൻ്റെ ശക്തി നമ്മിൽ എന്തൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നാളുകൾക്കായിട്ടെല്ലാം യേശു നമുക്ക് വേണ്ടി ജനിച്ചു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ചു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നു. പ്രിയമുള്ളവരെ, ദൈവകൃപയാൽ തുടർന്ന് ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യേശുവിൻ്റെ ക്രൂശാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഒരു വാക്ക് നമ്മളെ താഴ്ത്തി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും രക്ഷയുടെ അനുഭവം നൽകിയ നാഥ, പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ, ദൈവമേ,
ആ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി യേശു ജനിച്ചു, ഞങ്ങൾക്ക് വേണ്ടി യേശു ജീവിച്ചു, ഞങ്ങൾക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾക്ക് വേണ്ടി യേശു സ്വർഗാരോഹണം ചെയ്തു, ഞങ്ങളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന ആ മഹാവാഗ്ദാനം, ആ വലിയ പ്രത്യാശയുടെ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ നിന്നെ നന്ദിയോടെ ഓർക്കുന്നു. ഇത്രമേൽ സ്നേഹം അടിയങ്ങൾ ചൊല്ലുവാൻ അടിയങ്ങൾ എന്തുള്ളൂ കർത്താവേ. നിങ്ങളുടെ കരുണ, അവിടുത്തെ കൃപ ഒന്ന് മാത്രം. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമെന്ന് അരുളി ചെയ്ത കർത്താവേ, ആത്മാക്കളെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമുതലെ പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ തരുമാറാകണമേ. ആമേ. പ്രിയമുള്ളവരെ, ഈ വചനശുശ്രൂഷയുടെ പ്രേക്ഷിതരായി നിങ്ങൾ മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം, അനേകർക്ക് ഇത് കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഈ ശുശ്രൂഷയെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാ നല്ല വഴികളിലും കർത്താവ് കൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.